ആളുകളുടെ ജീവന് ഭീഷണിയായി വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ആർജവത്വം സർക്കാർ കാണിക്കണമെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1000-ഓളം ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 5-10 ലക്ഷം രൂപ നൽകിയതുകൊണ്ട് കൊല്ലപ്പെടുന്ന ആളുകളുടെ ദുഃഖം മാറുന്നില്ല. വന്യമൃഗ ശല്യത്തിനെതിരെ CPM വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് അപഹാസ്യമാണ്. ഇതിന്റെയെല്ലാം ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. CPM മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തയ്യാറാകണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 1000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1000-ഓളം കുടുംബങ്ങൾ തീരെ ദുഃഖത്തിൽ വീണുപോയി എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം മാറും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് മന്ത്രി സഭയിലിരിക്കുന്ന നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ധാരണ എങ്കിൽ എത്രയോ കഷ്ടമെന്ന് മാത്രമേ അതേപ്പറ്റി പറയാനുള്ളൂ. അതുകൊണ്ട് വനാതിർത്തികളിൽ ഒരാൾ പോലും കൊല്ലപ്പെടുവാൻ ഇടയാവുകയില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഗവൺമെൻറ് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാവണം. ആളുകളുടെ ജീവന് ഭീഷണിയായി വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം. അതിന് വേറെ യാതൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. അതിനുള്ള അനുവാദം കേരളത്തിലെ വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് കേരളം അത് വിനിയോഗിക്കുന്നില്ല? ആളുകളുടെ ജീവന് ഭീഷണിയാവുന്നുണ്ട് എങ്കിൽ അതിനെ വെടിവെച്ച് കൊന്ന് കുഴിച്ചിടണം. അതിനുള്ള ആർജവത്വം ഗവൺമെൻറ് കാണിക്കണം. മനുഷ്യജീവനാണ് വലുത്. ഈ പ്രശ്നങ്ങൾക്കെതിരെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPM മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ഇവിടെ ഉണ്ടാകുന്ന പരാജയങ്ങളുടെ എല്ലാം ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നിങ്ങൾ നടത്തണം. അല്ലാതെ ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് നിർത്തി MM മണി അവിടെ ചെന്ന് അവൻ്റെ കൈ വിട്ടും അവൻ്റെ കാല് വിട്ടും എന്നൊക്കെ പറഞ്ഞ് 4 പുലഭ്യവും പറഞ്ഞിട്ട് അങ്ങ് പോയത് കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരവും ഉണ്ടാവുകയില്ല.